ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, സ്നേഹം എപ്പോഴും ക്ഷമിക്കുന്നു എന്ന മഹത്തായ സത്യത്തെക്കുറിച്ച് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. ഓരോ ക്രൈസ്തവ ഭവനത്തിൻ്റെയും ജീവതാളമാണ് ഈ പുണ്യം. കത്തോലിക്ക പാരമ്പര്യം അനുസരിച്ച് സമാധാനത്തിന് ക്ഷമ കേവലം ഒരു തെരഞ്ഞെടുപ്പല്ല, മറിച്ച് ദൈവവിളിയുടെ ഭാഗമാണെന്ന് നാം ആദ്യമായി പഠിക്കുന്നത് കുടുംബം എന്ന സ്നേഹത്തിൻ്റെ വിദ്യാലയത്തിൽ വെച്ചാണ്. ഒരു കലഹം തുടങ്ങുമ്പോൾ തന്നെ പരസ്പരം ക്ഷമിക്കുവീൻ എന്ന് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് നാം സ്വീകരിച്ച അതേ കാരുണ്യം മറ്റുള്ളവർക്കും നൽകാൻ നാം കടപ്പെട്ടവരാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. സ്നേഹമുള്ളിടത്ത് തീർച്ചയായിട്ടും പാത്രങ്ങൾ ഒരുമിച്ചിരുന്ന് തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വരം പോലെ ചെറിയ ചെറിയ അപസ്വരങ്ങൾ, ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവും. അത് സാരമില്ല. തെറ്റിദ്ധാരണകൾ തിരുത്തണം. തെറ്റിദ്ധാരണകൾ മൂലവും മാനുഷിക ബലഹീനതകൾ മൂലവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ പരിഹരിക്കാൻ ഈ നിരന്തരമായ ക്ഷമ ആത്മീയ ഔഷധമായി വർത്തിക്കുന്നു. നിരന്തരമായി ക്ഷമിക്കുക എന്നുള്ളത് ഒരു കുടുംബ ബന്ധത്തിൻ്റെ, ഒരു കുടുംബത്തിലുള്ള നിരന്തരമായ പോളിസിയായി മാറണം. ഒരു പിതാവോ മാതാവോ മക്കളോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിരുപാധിക സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയാണ് അവർ അവിടെ നൽകുന്നത്. സമാധാനം സ്ഥാപിക്കാൻ ദീർഘമായ പ്രസംഗങ്ങളുടെ ആവശ്യമില്ലെന്നും പകൽ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ തലോടലോ സ്നേഹപ്രകടനമോ സ്നേഹസ്പർശമോ മതിയാകുമെന്നും ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്ഷമിക്കുക എന്നാൽ വേദനകൾ പെട്ടെന്ന് മറക്കുക എന്നല്ല, മറിച്ച് ആ വേദനയുടെ സാത്താൻ കൊണ്ടുവരാൻ സാധ്യതയുള്ള പിടിയിൽ നിന്ന് മുക്തമായി കുടുംബത്തിൽ ഐക്യത്തോടെ മുന്നേറാൻ തീരുമാനിക്കുക എന്നാണ് അർത്ഥം. 70 അല്ലെങ്കിൽ 77 പ്രാവശ്യം ക്ഷമിക്കാൻ തയ്യാറാകുന്നതിലൂടെ 70 എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതലാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് കർമ്മത്തിൽ നാം പങ്കുചേരുകയും നമ്മുടെ ഭവനങ്ങളെ പ്രത്യാശയുടെയും സൗഖ്യത്തിൻ്റെയും സങ്കേതങ്ങളാക്കി മാറ്റുകയും നാം ചെയ്യുന്നു. നമ്മുടെ കോപത്തിന്മേൽ സൂര്യൻ അസ്തമിക്കാൻ അനുവദിച്ചുകൂടാ. നമുക്ക് ഇന്ന് പ്രതിജ്ഞ ചെയ്യാം, എൻ്റെ കുടുംബത്തിൻ്റെ പോളിസി മാറ്റാം. ക്ഷമ എന്നും എല്ലാവർക്കും അനുവദിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന ഒരു പോളിസി ഞാൻ എൻ്റെ കുടുംബത്തിൽ അനുവർത്തിക്കുന്നത് വഴി ഞാൻ ക്രിസ്തുവിൻ്റെ പോളിസിയാണ് എൻ്റെ കുടുംബത്തിൽ സാധ്യമാക്കുക എന്നുള്ളത് നാം തിരിച്ചറിയണം. സ്നേഹപൂർവ്വം ക്ഷമിക്കുന്നിടത്ത് ദൈവകൃപ എപ്പോഴും സമൃദ്ധമായി ഉണ്ടാകും. ആമേൻ.